ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഞാനിപ്പം എൻ്റെ മൂന്നാമത്തെ ദിവസത്തെ യാത്രയിലാണ്. പോർച്ചുഗൽ ചുറ്റി കാണുന്നതിനുള്ള ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സ്ഥലപ്പേര് നോക്കിയേ. നമ്മളെ നാട്ടിൽ ഈ പോർച്ചുഗൽ ഭാഷയ്ക്ക് നമ്മളെ നാട്ടിലെ ഭാഷയായിട്ട് കുറച്ചൊക്കെ സാമ്യമുണ്ട്. അതായത് ഏതാണ്ട് നിങ്ങൾ നോക്കിയേ, വാലേ ജനേലേഷ് എന്നാണ് ഈ വാക്ക് പോർച്ചുഗീസിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ വാലി വിൻഡോസ്. നമ്മൾ ജനാല എന്ന് പറയുന്ന കണക്ക് ഇവർ വിൻഡോയ്ക്ക് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ ജനാലയ്ക്ക് ഇവർ പറയുന്നത് ജനേല എന്നാണ്. അപ്പം അത് എന്തു പറയാൻ, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. കൂട്ടുകാരെ, യാത്രകളുടെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തു പറയാം, ഞാനാണെങ്കിൽ യാദർച്ഛികമായിട്ട് എൻ്റെ നമ്മളെ നാട്ടിലോട്ട് തിരിച്ച് പെട്ടെന്നങ്ങ് പോയി. എന്ന് പറഞ്ഞതാ എൻ്റെ മുന്നിൽ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ സൈക്കിൾ പാത്തിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മുന്നിൽ കണ്ടതാ ഇത് പൈൻ ട്രീ. എനിക്കറിയത്തില്ല ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പേര്, അതുകൊണ്ട് ഞാനാണെങ്കിൽ തെറ്റ് പറയുന്നില്ല. പക്ഷേ ഈ മരങ്ങളെ കണ്ടപ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് നാട്ടിൽ നമ്മളെ റബ്ബറും തോട്ടവും അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ റബ്ബർ മരത്തിൻ്റെയൊക്കെ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ എൻ്റെ വലതുവശത്തായിട്ട് ഇവിടെ എന്തോ കൃഷി, നാട്ടിലെ ചീര കണക്കൊക്കെ ഇരിക്കുന്നു. ചീരയാണെന്നൊന്നും അറിയത്തില്ല, ചീര പോലെയൊക്കെ ഇരിക്കുന്നു. ഇതാണെങ്കിൽ ഒരു കടൽ, അങ്ങ് അവിടെ ഒരു മല ഏരിയയും അവിടെ കടലുമാണ് എൻ്റെ മുന്നിൽ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് സൈക്കിളിലോ അല്ലെങ്കിൽ നമ്മൾ നടന്നൊക്കെ യാത്ര ചെയ്യുമ്പം, യാത്ര ഏതാണെങ്കിലും അതിന് ഓരോ യാത്രയ്ക്കും അതിൻ്റേതായ എന്തു പറയാൻ ഓരോ ത്രില്ലുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ നമ്മൾ സൈക്കിളിലും അല്ലെങ്കിൽ കൂടുതൽ ഈ നടന്നൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചില ചെറിയ ചെറിയ മൊമെൻറ്റുകൾ പോലും നമുക്കത് വളരെ ഇതായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ നല്ല ഒരു ദിവസമാണ്. അങ്ങ് മലയും കാറുകൾ പോണ് ആ വഴി കൂടെ. പിന്നെ വളരെ നാട്ടിലെ റബ്ബറും തോട്ടം. അതേ ചിലപ്പോൾ ഞാൻ ട്രിപ്പായിട്ട് പറയുന്നതായിരിക്കും, പക്ഷേ എനിക്ക് എന്തു പറയുക, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ എനിക്കത് എനിക്കത് നിങ്ങളിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. പിന്നെ സ്ട്രീറ്റൊക്കെ എന്തു പറയുക, നല്ല വൃത്തിയായിട്ടൊക്കെയാണ് ഉള്ളത്. നല്ല രസമുണ്ട് കേട്ടോ ഈ വഴി കൂടെ. ഈ വഴി കൂടെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോകാൻ വളരെ എന്തു പറയാൻ, നമ്മളെ മനസ്സ് നിറയും. എൻ്റെ വയറ് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ രാവിലെ ബ്രെഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വയറ് നിറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും കഴിക്കണം പോയി. അതാണ് ഇനി എൻ്റെ അടുത്ത ടാസ്ക്. നല്ല എന്തെങ്കിലും ഒരു ലോക്കൽ കട കാണുകയാണെങ്കിൽ ഞാൻ പോയി ഫുഡ് കഴിക്കും. എവിടെയെങ്കിലും ഒരു ലോക്കൽ നല്ല തനി നാടൻ ഫുഡ് കിട്ടുന്ന കടകൾ കാണുമെന്ന് വിചാരിക്കുന്നു. Uau! Maria José. Muito prazer, senhora. Muito prazer. Comigo, como se chama, senhor? Chapim. Chapim. Olha, diz que é em frente à junta de freguesia da Maceira, ao ninho do Chapim. Jaquim. Chapim. Chapim. Café Nininho. Ah, então o senhor é patrão? Não, eu sou o marido da patroa. Ah, ok. Muito prazer, senhor. Aqui, senhora, fazer uma sandes com salame e queijo e manteiga. Isto é tradicional cafeteria português. Isto é fixe. Quer-se sentar? Sim, eu vou. Sim, senhor. Obrigado, senhor. Escolha a mesa ou lá sim, fora senhor. ou aqui, ou Sim. se você quiser. Obrigado, senhor. Ali umas cadeirinhas, ok? Sim. Vou sentar fora. Com licença. E qual é, senhor, este lugar, nome, este sítio? Maceira. Maceira. Maceira Torres Vedras. Maceira Torres Vedras. Obrigado. Eu aproveitar meu sandes com cafezinho. Esta senhora é muito, e senhor também patrão de esta cafeteria, é muito amigável. Elas convidam eu muito maravilhoso. Eu sinto-me muito feliz para ver como é português, cultura, a
aproveitar este lugar. Igreja? Igreja aqui é muito bonito, senhor. Tem espaço Aham, eu não fui. do lado da praia. Ah, praia? Sim, 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 sim. Este é lindo. Ai, que louco. Ali é um lado é montanha, outro lado é este é incrível. Olá. Está muito bonita, esta zona é bonita. Sim, senhor. Agora daqui para Peniche Aham, há muitas praias por aí fora. Tem Peniche, há muito, mas é tudo do lado esquerdo. ok, Mas para ir, por exemplo, se quiseres ver as praias, sem estar a descer. ok. Tens de subir outra vez. Sim. Muitos. Há muita praia. Tem Muito. Hoje eu vou descansar em Peniche e amanhã continuar até Óbidos, acho que é Óbidos. É E perto, não é muito longe. sim, não é muito longe. Mas ontem eu comecei na Ericeira até Peniche, mas eu muito cansado, então eu paro. Tá bom. ചെറിയ ചെറിയ വീടുകൾ, റോസാപ്പൂ, ഇതെന്തോ കൃഷി ചെയ്യാൻ വേണ്ടി ഇതാക്കിയിട്ടേക്കുന്ന സ്ഥലം. ഇപ്പം ഇവിടെ സമയം ഞാൻ ഇപ്പം ഈ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 11 മണിയോ ഇങ്ങനെ ആ ഒരു സമയമൊക്കെ ആയിട്ടുള്ളൂ. 11-12 മണി ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ. ചെറിയതാ വീട്, ചെറിയൊരു വീട്, ഭയങ്കര ലക്ഷറി സെറ്റപ്പ് ഒന്നുമല്ല, പക്ഷേ നല്ല ഒരു ഭംഗിയുണ്ട്. കൃഷി, പിന്നെ വീടുകളും. അവിടെ ഉള്ളംകിഴങ്ങ്, മധുരക്കിഴങ്ങിൻ്റെ പ്രൊഡക്ഷനാണ് കേട്ടോ. മധുരക്കിഴങ്ങ് അവിടെ, ഇത് മധുരക്കിഴങ്ങ് നട്ടേക്കുന്നതാണ് കേട്ടോ. നമ്മളെ നാട്ടിലുള്ള തന്നെ മധുരക്കിഴങ്ങുണ്ടല്ലോ, അതിൻ്റെ കൃഷിസ്ഥലമാണ് അത്. മധുരക്കിഴങ്ങ് വലിയ ഏരിയയിൽ മധുരക്കിഴങ്ങ് നട്ടേക്കുന്നുണ്ടോ, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓ, അങ്ങ് കിടക്കയാണ്, അങ്ങ് ഒരു ഏക്കറോളം നല്ല രീതിയിൽ നല്ല വിശാലമായിട്ടങ്ങ് കിടക്കുകയാണ്. മധുരക്കിഴങ്ങായിട്ട് ഫുള്ള് മധുരക്കിഴങ്ങാണ്. അങ്ങ് അവിടെ നേരെ മധുരക്കിഴങ്ങാണ്. അങ്ങനെ നല്ല രീതിയിൽ കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാ സാധനവും ഇല്ല, എന്നാലും ഇന്ത്യ. ഈ റോഡാണെങ്കിൽ, ഈ സൈക്കിൾ ട്രാക്ക് ആണെങ്കിൽ അങ്ങ് വിശാലമായിട്ട് അങ്ങ് കിടക്കുകയാണ്. ഇതുവരെ സൈഡിൽ ഓരോ വീടുകൾ, ഇങ്ങനെയൊക്കെയാണ് പോർച്ചുഗലിലെ നോർമലി ഓരോ വീടുകളൊക്കെ. ചില സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ കളറുണ്ട്, പക്ഷേ എല്ലാം എല്ലാം ഒരു ചിട്ടയിലാണ് കളറ്. ചുമ്മാ വായി തോന്നിയ കളറൊന്നും എല്ലാവരും വാരി അടിക്കത്തൊന്നുമില്ല. പാപ്പനും അമ്മാമ്മയും ബന്ധിയ. ഹലോ. പിന്നെ വളരെ ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. ബന്ധിയ 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 ആൾക്കാരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. അങ്ങടെ ഒരു പാരച്യൂട്ട് പൊങ്ങിയിരിക്കുന്നു. ഇവിടെ പാരച്യൂട്ടിൻ്റെ പരിപാടിയുണ്ട് കേട്ടോ. മല അടിപൊളി, നല്ല മലയും. അവിടെ ഒരു കാഴ്ച വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോകണം. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഗായ്സ്. ഞാനപ്പോൾ അങ്ങോട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കൂട്ടുകാരെ. ഞാൻ വ്യൂ പോയിൻ്റ് ഒന്ന് കണ്ടിട്ട് വരാം. മിറദോറോ എന്നാണ് വ്യൂ പോയിൻറ്റിന് പോർച്ചുഗീസിൽ പറയുന്നത്. പാരപെൻറ്റ് മിറദോറോ എന്നാണ് പോർച്ചുഗീസിൽ എന്തു പറയാൻ, മിറദോറോ എന്ന് പറഞ്ഞാൽ വ്യൂ പോയിൻ്റ് എന്നുള്ള സംഭവമാണ്. അങ്ങനെ നമ്മളെ നാട്ടിലെ വർക്കലാണക്കത്തെ സ്ഥലം നിങ്ങൾക്ക് പോർച്ചുഗലിൽ ഇഷ്ടംമാതിരി കാണാൻ പറ്റും. ഇവിടെ ഇഷ്ടംമാതിരി എന്തു പറയാൻ, സീ ഏരിയ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ വർക്കലയൊക്കെ പോലെ ഇരിക്കുകയാണ്. ക്ലിഫ്, അവിടെ ഒരാൾ
പാരച്യൂട്ട് പൊങ്ങാൻ വേണ്ടി പാരച്യൂട്ട് ഇതാവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പുള്ളി ഇപ്പോൾ പൊങ്ങും എന്ന് പറഞ്ഞ് കുറേ നേരം കൊണ്ട് നിൽക്കുന്നു. ഇതുവരെ ആശായി അതിനൊരു സമയമുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ കിടന്ന് പറയുന്ന കണക്കല്ലല്ലോ. അങ്ങനെ എന്തായാലും പുള്ളി പൊങ്ങുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. ഇല്ല, എത്രയും പെട്ടെന്ന് പൊങ്ങിയാൽ കൊള്ളാം. Quanto custa, senhor? Bom dia. Quanto custa, senhor? Fazer um voo com a gente Sim. durante 15 a 20 minutos são 65 euros. 65. Durante 15 a 20 minutos de voo. Ah, ok. Obrigado, senhor. Nada, também. അതിൻ്റെ ഇൻസ്ട്രക്ടർ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്തൂടെ പാസ് ചെയ്ത് പോയി. ഞാനാണെങ്കിൽ ചോദിച്ചായിരുന്നു പുള്ളിയുടെ അടുത്ത് എത്ര രൂപയാവും. അപ്പോൾ പുള്ളി പറഞ്ഞ് 20 മിനിറ്റത്തേക്ക് നമ്മളെ പുള്ളി ഇപ്പോഴൊന്നും പൊങ്ങൂലെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ തിരിച്ചു പോകാൻ പോകുന്നു. നാട്ടിലെ 65 യൂറോ, അതായത് അല്ല നാട്ടിലെ ഇവിടുത്തെ 65 യൂറോ, അതായത് 9 അല്ല 8 9 72 10,000 5000 രൂപ 20 മിനിറ്റത്തേക്ക്. വലിയ പൈസ അല്ല അത്. അങ്ങനെ എൻ്റെ മുന്നിൽ വളരെയധികം അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ട കൂട്ടുകാരെ. എന്ന് പറഞ്ഞാൽ നല്ല നമ്മളെ ഈ ക്ലിഫിൻ്റെ മുകളിൽ കടലും, അതാണ്ട് അടുത്ത അപ്പുറത്തെ സൈഡിൽ നല്ല ഒരു മല കുന്നുപോലെ നല്ല സെറ്റപ്പ്, നല്ല ഭംഗിയുള്ള കാഴ്ച. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല കാലാവസ്ഥയുണ്ട്, നല്ല എന്താ പറയുക. ഇവിടെ സമ്മർ ടൈമായി, വേനൽക്കാല അവധിയായി ഇതായി വരെയാണ്. അപ്പം ഓൾറെഡി ആയി. അപ്പോൾ ഇനിയിപ്പോൾ നല്ല ആൾക്കാർ വരും, നല്ല ടൂറിസ്റ്റുകളും എല്ലാം വരും. ബെസ്റ്റ് ടൈമാണ് പോർച്ചുഗൽ കാണാൻ. വളരെ മനോഹരമായ ഒരു അടിപൊളി കുതിരയായിട്ട് ആൾക്കാർ കുതിരയായിട്ട് പോകണമൊക്കെ നല്ല ഭംഗിയുണ്ട്. സ്ഥലം അടിപൊളി. കുതിര എല്ലാ സ്ഥലമൊക്കെ നല്ല ഭംഗിയുള്ള കുതിര. ഓ എന്തഴകാ കുതിരയ്ക്ക്. ഒരു സൈഡിൽ കടൽ, ഒരു സൈഡിൽ മല. ഇവിടെ ടൂറിസ്റ്റ് ആണെന്ന് തോന്നുന്നത്, ടൂറിസ്റ്റുകളെയും കൊണ്ട് പോകണ ഇതാണ്. നല്ല ഭംഗി. അവിടെ വീടുകളൊക്കെ കണ്ട, കുറച്ച് വീടുകൾ. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. ആൾക്കാരെ പെരുമാറ്റവും എന്തു പറയാം, വളരെയധികം ആൾക്കാർ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. വളരെയധികം ഫ്രണ്ട്ലിയാണ് പോർച്ചുഗീസ് ആൾക്കാർ. ബോൺ ദിയ.